16/4/2024 ഈ ഏപ്രിൽ മാസം 16-ാം തീയതി കടന്നുപോയി 2 ദിവസങ്ങൾക്ക് മുൻപ്. അപ്പോൾ 75 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നിലവിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രകാരം ഇത്തരത്തിലൊരു മഴ GCC കൺട്രികളിൽ പെയ്യുന്നത്. 1 വർഷമോ 1.5 വർഷമോ പെയ്യേണ്ട മഴ ഒരു രാജ്യത്ത്, ദുബായ് എന്ന അല്ലെങ്കിൽ UAE എന്ന ഒരു എമിറേറ്റുകളുടെ ഒരു രാജ്യത്ത് ഒറ്റ ദിവസം പെയ്തിറങ്ങുകയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഒമാനിലും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളായ അൽഖോബാർ, അൽ അഹ്സ തുടങ്ങി ഖത്തറിന്റെ ബോർഡർ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം കനത്ത മഴയായി നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഈ ഒരു മഴ വരുത്തിവെച്ചിരിക്കുന്നത്. ദുബായ് എമിറേറ്റ്സിൽ ക്ലൗഡ് സീഡിങ്ങിലൂടെ മഴ പെയ്യിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു കനത്ത മഴയ്ക്ക് കാരണമായത് ഈ ക്ലൗഡ് സീഡിങ് ആണോ എന്നുള്ളത് അത് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങൾ മാത്രത്തിൽ കേൾക്കാനുണ്ട്. എന്തായാലും വളരെ അധികം വിനാശകരമായൊരു മഴയാണ് UAEയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം സംഭവിച്ചത്. എന്തായാലും ഇത്തരത്തിൽ വലിയ വിനാശകരമായ ഈ മഴയെ പ്രതിരോധിക്കാനും ആ രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഭരണവർഗങ്ങൾ അവർക്ക് ഇതിനെല്ലാം കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അവർ എവിടെയും അന്തിച്ചു നിൽക്കുന്നില്ല. ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രവാസികളെയും സ്വദേശികളെയും എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെയായി ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വളരെ മനോഹരമായ മാതൃകയാക്കാവുന്ന പ്രവർത്തനവുമായി പൗരന്മാർക്ക് മുഴുവൻ പിന്തുണയുമായി ആ ഭരണാധികാരികളും നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. എന്തായാലും ആപത്ത് സംഭവിച്ചിരിക്കുകയാണ്. അതിനെ തരണം ചെയ്യാനും ഈ കാലവും കടന്നു പോകാനും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ കാരണങ്ങൾ സംഭവിക്കട്ടെ.